السلام عليكم ورحمة الله. محل الجزء الثاني كتاب الحج. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. ما بعد. ഹജ്ജിനെയോ തൊട്ടോ ഉംറനെ തൊട്ടോ തടഞ്ഞാൽ എന്ത് ചെയ്യണം? ഇഹ്റാം കെട്ടിപ്പോയി മക്കത്തേക്ക് കടക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലെയിനിന് ബന്ധാവുന്ന ഒരവസ്ഥ ഉണ്ടായല്ലോ. ഇവിടുന്ന് ഇഹ്റാം കെട്ടി കരിപ്പൂരിൽ നിന്നൊക്കെ ഇഹ്റാം കെട്ടിയിട്ട് പോയി, പക്ഷേ ജിദ്ദയിൽ എന്താക്കിയില്ല, ഇറങ്ങാൻ സമ്മതിച്ചില്ല. ജിദ്ദയിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വിട്ടു. ഇങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ബാബുൽ ഇഹ്സാറി വൽ ഫവാത്ത്. ഇഹ്സാറിനെയും സംബന്ധിച്ചും ഫവാത്തിനെ സംബന്ധിച്ചും, ഹജ്ജ് നഷ്ടപ്പെടുക അതുപോലെ തന്നെ തടയുക, ഇതിനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. അപ്പോൾ ഹജ്ജ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഹജ്ജിനെ തടയുക. മൻ അഹ്സറ അൻ ഇത്മാമി ഹജ്ജിൻ ഔ ഉംറത്തിൻ. ഹജ്ജോ ഉംറയോ പൂർത്തിയാക്കുന്നതിനെ തൊട്ട് ആരെങ്കിലും തടഞ്ഞാൽ, മൻ അഹ്സറ ആരെങ്കിലും തടഞ്ഞു, എന്തിനെ തൊട്ട്? അൻ ഇത്മാമി ഹജ്ജിൻ ഹജ്ജ് പൂർത്തീകരിക്കുന്നതിനെ തൊട്ട്, ഔ ഉംറത്തിൻ അല്ലെങ്കിൽ ഉംറ പൂർത്തീകരിക്കുന്നതിനെ തൊട്ട്. ഹജ്ജിൻ്റെ ഇടയിൽ കുറച്ച് ചെയ്തു, പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല, അറസ്റ്റ് ചെയ്തു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, ഐ മനഉ അഹ്സറ തടഞ്ഞാൽ, ഐ മനഉ അൻ ദാലിക ഇതിനെ തൊട്ട് തടഞ്ഞു, അതായത് ഹജ്ജ് ഉംറ പൂർത്തിയാക്കുന്നതിനെ തൊട്ട് തടഞ്ഞു, അല്ലെങ്കിൽ പ്രവേശിക്കാൻ തന്നെ പറ്റിയില്ല, ഇങ്ങനെയാണെങ്കിൽ തടഞ്ഞു. അദുവൻ ശത്രു തടഞ്ഞു, എന്നൊരു ശത്രു പോകാൻ അയച്ചില്ല. മിനൽ മുസ്ലിമീന മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരു പാർട്ടിന് എന്തായാലും പോകാൻ അയച്ചില്ല. അവൽ കുഫാരി അല്ലെ കാഫിര്യങ്ങളിൽ നിന്നുള്ള ശത്രുവ തടഞ്ഞത്, അല്ലെ മുസ്ലിങ്ങളിൽ നിന്നുള്ള ശത്രുവ തടഞ്ഞത്, പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. എന്നാൽ മിൻ ജമീ തുർക്കി എല്ലാ ഭാഗവും, ഒരു ഭാഗത്തിലൂടെ എന്താക്കാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ അവനെ തടഞ്ഞാൽ എന്ത് ചെയ്യണം? തഹല്ലല, അവനതിൽ നിന്ന് തഹല്ലുലാവണം. ഹജ്ജിൽ നിന്ന് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവണം. ഐ ജാദലഹു തഹല്ലുൽ, അതാണ് തഹല്ലുലാവുക. ഞാൻ എന്തായി തഹല്ലുലായി എന്ന് പറയാം, നിയ്യത്ത് ചെയ്യുക. ഹജ്ജിൽ നിന്ന് വിരമിച്ചു എന്നുള്ള നിയ്യത്താണ് ചെയ്യുക. ഐ ജാദലഹു തഹല്ലുൽ വസയത്തിമായ അസ്ലുബി. ശേഷം വരുന്നുണ്ട്, അടുത്ത പേജിൽ വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന്. തഹല്ലുലായ എന്താ ചെയ്യേണ്ടതെന്ന് ശേഷം അടുത്ത പേജിൽ വരുന്നുണ്ട്, അവിടെ പറയും. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇൻ ഉഹ്സിർതും, നിങ്ങളെ തടയപ്പെട്ടാൽ, അതായത് തടഞ്ഞ് നിങ്ങളെ തഹല്ലുലിന് ഉദ്ദേശിച്ചാൽ, നിങ്ങളെ ഹജ്ജിൽ നിന്ന് വിരമിക്കാൻ ഉദ്ദേശിച്ചാൽ, തടഞ്ഞ് പോകാൻ കഴിയണില്ല, ചെയ്യാൻ കഴിയണില്ല, അങ്ങനെ നിങ്ങൾ തഹല്ലുലിന് ഉദ്ദേശിച്ചാൽ ഫമസ്തൈസറ മിനൽ ഹദി, അവ എന്തെങ്കിലും ഹദിയ നൽകണം, ഹദിയയിൽ നിന്ന് എളുപ്പമായത് നൽകണം. അതായത് അറവ് നടത്തണം എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. അറക്കും വേണം. ഫമസ്തൈസറ മിനൽ ഹദി. ഒഫി സഹിഹൈനി, സഹിഹ ഹദീസിലുണ്ട്, അതായത് സഹിഹൈനിൽ ബുഖാരി മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുള്ള സഹിഹൈനിലുണ്ട്, അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ തഹല്ലല ബിൽ ഹുദൈബിയ, ഹുദൈബിയിൽ വെച്ചിട്ട് എന്തായി തഹല്ലുലായി. ഉംറക്ക് ഇഹ്റാം കെട്ടിപ്പോന്നു. ഹുദൈബിയിൽ നിന്ന് ശത്രുക്കൾ കൊണ്ട് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. അപ്പം എന്തായി? ഹുദൈബിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി തഹല്ലുലായി. ലമ്മാ സദ്ദഹുൽ മുശ്രിക്കൂന, മുശ്രിക്കീങ്ങൾ തടഞ്ഞപ്പോൾ, മുശ്രിക്കീങ്ങൾ പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ റസൂലുള്ളാഹി എന്തായി? ഹുദൈബിയയിൽ വെച്ച് ഉംറക്ക് ഇഹ്റാം കെട്ടിയ നബിതങ്ങൾ എന്തായി? തഹല്ലുലായി. ലമ്മാ സദ്ദഹുൽ മുശ്രിക്കു വകാന മുഹ്രിമൻ ബിൽ ഉംറത്തി, ഉംറ കൊണ്ട് ഇഹ്റാം കെട്ടിയ ആളായിരുന്നു നബിതങ്ങൾ. വസവാഉൻ അഹ്സറൽ കുല്ല അമിൽ ബഅദ, ഒരു സംഘം ഹജ്ജിന് പോയപ്പോൾ 10 ആളെ തടഞ്ഞു, അല്ലെങ്കിൽ ഒരു 10-100 ആളുള്ളതിൽ ഒരു ചെറിയ സംഘത്തെ തടഞ്ഞു. എല്ലാവരെയും തടഞ്ഞില്ല, നിങ്ങളൊക്കെ പോയിക്കോളൂ, ഇവരെ പോകാൻ പറ്റൂല പറഞ്ഞു. ഇങ്ങനെ എങ്ങനായാലും സമമാണ്. കുറച്ചാൾ തടഞ്ഞാലും അവർക്ക് എന്താക്കുക? തഹല്ലുലാവുക. കൂടുതൽ ആൾ എല്ലാവരെയും തടഞ്ഞാലും എന്താക്കുക?
അപ്പോൾ ഈ തടയുക എന്നുള്ള വിഷയത്തിൽ കുറച്ച് തോനെ എന്നുള്ള വിഷയമില്ല. ആരെ തടഞ്ഞാലും അവർക്കൊക്കെ എന്താകാം, തഹല്ലുലാവാം. സവാവും കാന സമമാണ്. സവാവൻ അസറൽ കുല്ലിനെ ഇസാർ ചെയ്താൽ സമമാണ്. അമിൽ ബാള അല്ലെ ബാളിനെ ഇസാർ ചെയ്താലും സമമാണ്. ഈ തടയൽ സംഭവിച്ചത് കുറച്ച് ആൾക്കാർക്കാണ്, എന്നാലും സമമാണ്. എല്ലാവരെയാണ്, എന്നാലും സമമാണ്. വക്കീല ഒരു കീലുണ്ട്, ലാത്ത തഹല്ലലു ശിർദിമത്ത്. അതിനാണ് ഇപ്പോൾ ഇതിന് മാലിമാവോടെ പറഞ്ഞത്. ഈ കീല എന്താണ്, ഒരു ചെറിയ സംഘമാണെങ്കിൽ ഓലെന്താകരുത്, തഹല്ലുലാവരുത്. ഒരു കീലക്കാർ പറയുന്നുണ്ട്. കുറച്ച് ആൾക്കാർ തടഞ്ഞിട്ട്, ഒരു 10 ആൾ തടഞ്ഞിട്ടുള്ളെങ്കിൽ ഓലെന്താക്കരുത്, തഹല്ലുലാവരുത്. ഒരു കീലക്കാർ ചെറിയൊരു അഭിപ്രായം. ലാത്ത തഹല്ലലു ശിർദിമത്ത് ബിൽ മൊയ്ജമ. പുള്ളില്ലതാലാണ് മൊയ്ജമ, പുള്ളില്ലതാലാണ്. അത് ഷിർദിമ മിൻ ജുംലത്തി റഫഖത്തി. കുറേ സംഘങ്ങളുണ്ട്, അതിനെന്താക്കി, കുറച്ച് ആൾക്കാരെ തടഞ്ഞു. ലിഖ്തിസാസിയ ബിൽ ഇഹ്സാരി. ആ ഷിർദിമത്ത് ഇഹ്സാർ കൊണ്ട് ഒരു മാത്രം ഖാസായതിന് വേണ്ടി, ഒരു മാത്രം പ്രത്യേകമായതുകൊണ്ട് എന്താക്കണ്ട, ഒരു തഹല്ലുലാൻ പറ്റൂല എന്നാണ് ഒരു കീലക്കാര്, ചെറിയൊരു അഭിപ്രായക്കാർ പറയുന്നത്. കമാലോ അഖ്താത്ത് തരീക്ക. ഒരു സംഘം, ചെറിയ സംഘം വയ്യ അയച്ചു പോയി. കുറച്ച് ആൾക്കാർക്ക് എന്തായി, ഒരു 10 ആൾക്ക് എന്തായി, ഒരു 100,000 ആളിൽ നിന്ന് 10 ആളിലോ വയ്യ അയച്ചു പോയി. അല്ലെങ്കിൽ 10 ആൾക്ക് രോഗമായി. ഇങ്ങനെയൊന്നും ആയ പോലെ എന്താക്കാൻ പറ്റില്ല, തഹല്ലുലാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ കുറഞ്ഞ ആൾക്കാരെ തടഞ്ഞാൽ ഒരു തഹല്ലുലാവരുത്. മിൻ ജുംലത്തി റഫഖത്തിൽ ഇഖ്തിസാസിയ ബിൽ ഇഹ്സാരി. കമാലോ അഖ്താത്ത് കമാലോ അഖ്താത്ത്. ആ ശിർദിമത്ത് പേച്ചതുപോലെ തരീക്കിനെ വഴി വായിച്ചു. അവ മറച്ചാലും രോഗികളായി. ഇങ്ങനായാൽ തഹല്ലുലാൻ പറ്റാത്ത പോലെ തന്നെ ചെറിയ സംഘത്തെ തടഞ്ഞാൽ തഹല്ലുലാൻ പറ്റൂല എന്നൊരു തീല. ഒതുഫി അതിന് മറുപടി കൊടുത്തു. ബിഅന്ന മശക്കത്ത കുല്ലി വാഹിദിൻ. എല്ലാവരെയും ബുദ്ധിമുട്ട്. അല്ലത്തി ജാത തഹല്ലുലാൻ പറ്റുന്ന ഏതൊരു ബുദ്ധിമുട്ടും ലാ തഖ്തലിഫു ബൈനായ തഹമ്മല വൈറുഹു മിസ്ല. മറ്റുള്ളവർക്കും അതേമാതിരി ഉണ്ടാകണം എന്നുള്ളതൊന്നുമില്ല. ഇപ്പോൾ ഒരു ചെറിയ 10 ആൾക്കാർക്ക് ഇതുണ്ടായിട്ടുള്ളൂ, മറ്റവർക്ക് ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് പോലെ എന്താക്കേണ്ട, തഹല്ലുലാണ്ടല്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായി, കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായില്ല, അതുകൊണ്ട് തഹല്ലുലാൻ പറ്റില്ല എന്നുള്ളത് ഇല്ല. അതുഫിയ എനിക്ക് മറുപടി എടുത്ത് ബിഅന്ന മശക്കത്തക്കുല്ല. എല്ലാവരെയും മശക്കത്ത് ബുദ്ധിമുട്ട് അല്ലത്തി ജാത തഹല്ലുലഹ. അതുകൊണ്ട് ആ മശക്കത്ത് കൊണ്ട് എന്താക്കാൻ പറ്റും, തഹല്ലുലാൻ പറ്റും. അങ്ങനത്തെ ഒരു തഹല്ലുൽ ലാ തഖ്തലിഫു, അത് വ്യത്യാസമാകൂല. ബൈനായ തഹമ്മല ഗൈറുഹു മിസ്ല. മറ്റുള്ളവരും അതേമാതിരി എന്താക്കണം, തഹമ്മൽ ചെയ്യണം എന്നുള്ളത് എന്താവില്ല, അതുകൊണ്ട് വ്യത്യാസമാവില്ല. ഒരിക്കലില്ലല്ലോ എന്നുള്ളത് കൊണ്ട് എന്താവില്ല, വ്യത്യാസമാകൂല. അപ്പോൾ അല്ല കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായാലും എന്താണ്, അത് തഹല്ലുലാവാൻ പറ്റും. ബിഅന്നകുല്ല മശക്കത്ത വാഹിദിൻ്റെ. എല്ലാവരെയും ബുദ്ധിമുട്ട്, ഓരോരുത്തരും ബുദ്ധിമുട്ട്. അല്ലത്തി ജാതായ തഹല്ലലായ കൊണ്ട് എന്താക്കാൻ പറ്റും, ആ ബുദ്ധിമുട്ട് കൊണ്ട് എന്താക്കാൻ പറ്റും, തഹല്ലുലാൻ പറ്റും. അത് ലാ തഖ്തലിഫു വ്യത്യാസമാകൂല, ആ മശക്കത്ത് വ്യത്യാസമാകൂല. ബൈനായ തഹമ്മല വൈറുഹു. ആ കുല്ലിൽ നിന്നുള്ള വൈറ് എന്താക്കുന്നതുകൊണ്ട് തഹമ്മുൽ ചെയ്യുന്നതിൻ്റെ ഇടയിലും മിസ്ലു അതുപോലത്തെ ഇതേപോലത്തെ മശക്കത്ത് മറ്റവരും തഹമ്മുൽ ചെയ്യണം എന്നുള്ളതില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർക്കായാലും എന്താണ്, അതുകൊണ്ട് തഹല്ലുലാവാൻ പറ്റും. അപ്പം ബൈനാൻ തഹമ്മല വൈറുഹു. വൈറ്, ഈ കുല്ലിൽ നിന്നുള്ള വൈറ് അതിനെ തഹമ്മുൽ ചെയ്യുന്നതിൻ്റെ ഇടയിലും മിസ്ല അതുപോലത്തെ മശക്കത്ത് ആവില്ല. ഒരു തഹമ്മുൽ ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ. മറ്റുള്ളവരും ഇതേമാതിരി സംഭവിക്കാതിരിക്കട്ടെ, അതിലേക്ക് നോക്കൂല. അത് മശക്കത്തുണ്ടോ അവനെന്താക്കാം, അവന് ബുദ്ധിമുട്ടുണ്ടോ അവനെന്താക്കാം എന്ന് തഹല്ലുലാവാം. സുമ്മയും കാനൽ വക്തുലിൽ ഹജ്ജ്. പിന്നെ ഈ ഹജ്ജിൻ്റെ സമയം വാസ്യം വിശാലമായതാണെങ്കിൽ, ഹജ്ജിനൊന്നും സമയമുണ്ട്. ഇപ്പോൾ ഇമ്രാൻ കെട്ടുന്ന ദുൽഖഅദിൽ ഇറാൻ കെട്ടി പോയിട്ടുള്ളൂ. അറഫയിലെത്താൻ, പിന്നെ അറഫയിൽ എത്തണമെങ്കിൽ ദുൽഹജ്ജ് 9 ആവണ്ടേ. ദുൽഖഅദാണ് ഇപ്പോഴെ തന്നെ പോകാൻ പറ്റില്ല പറഞ്ഞത്. എന്നാൽ
അങ്ങനെ വിശാലമാണെങ്കിൽ, സമയം വിശാലമാണെങ്കിൽ, സുമ്മയും കാനൽ വക്തൂലിൽ ഹജ്ജിൻ്റെ സമയമാണെങ്കിൽ, വാസ്യം വിശാലമായതാണെങ്കിൽ, ഫല്ലഫ്ദൽ ഏറ്റവും നല്ലത് അല്ല ഹജ്ജിലെ താലിൽ പെട്ടെന്ന് എന്താകാതിരിക്കല, താലിലാവാതിരിക്കലാണ്. അത് ക്ഷമിച്ചിക്കുക. പോകാൻ പറ്റില്ലേ നോക്കാമല്ലോ, സമയം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, സമയം ഇനിയും ചാൻസ് ഉണ്ടല്ലോ. ഇന്ന് ഇവിടെയും മിസ്സായി എന്നുള്ളൂ, നാളെ മറ്റന്നാളോ അതിൻ്റെ സമയമുണ്ട്. പക്ഷെ ദുൽഹജ്ജ് 9 കഴിഞ്ഞിട്ട് അന്നാണ് പ്രശ്നമെങ്കിൽ 10ൻ്റെ അന്നാണെങ്കിൽ കഴിഞ്ഞു, വേഗം താലുലാവുക. അപ്പോൾ ലിൽ വാസ്യം ഫല്ലഫ്ളു ഏറ്റവും നല്ല അല്ലാഹി വാജില താജുല തഹല്ലുല തഹല്ലുൽ ധൃതി കാണിക്കാതിരിക്കലാണ്. ഫറുബ്ബമാസാലൽ മന്നു, ചിലപ്പോൾ തടസ്സം നീങ്ങാലോ. ഫാത്തമ്മൽ ഹജ്ജ്, അപ്പം ഹജ്ജ് പൂർത്തിയാക്കാം. തടസ്സം നീങ്ങി ഹജ്ജ് പൂർത്തിയാക്കാനൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ അവന് പെട്ടെന്ന് എന്താകരുത്, തഹല്ലുലാവരുത്. ഫറുബ്ബമാസാലൽ മന്നു, ചിലപ്പം മണ്ണ് നീങ്ങും, തടസ്സം നീങ്ങും. ഫാത്തിമുൽ ഹജ്ജ്, അപ്പം ഹജ്ജിനവന് പൂർത്തിയാക്കാം. മിസ്ലോകത്തെ പോലെ തന്നെയാണ് ലംറത്ത് ഉംറയും. ഉംറൻ്റെ പ്രശ്നം ഇങ്ങനെ തന്നെ. ഉംറയ്ക്ക് സമയം ഉണ്ടെങ്കിൽ എന്താക്കുക, ചാൻസ് ഉണ്ടെങ്കിൽ എന്താക്കുക, ലേശം ഒന്ന് ക്ഷമിച്ചിക്കുക. വൈല്ല ഫല്ലഫ്ളു, അങ്ങനെ ചാൻസ് ഇല്ലെങ്കിൽ, വിശാലമല്ലെങ്കിൽ, ഫല്ലഫ്ളു ഏറ്റവും നല്ലത് താജിലു തലവേം എന്താക്കുകയാണ്, ഹജ്ജിന്ന് വിരമിക്കൽ തന്നെ നല്ലത്, താലുലാവലാണ് നല്ലത്. എന്താണല്ലേ അല്ലായപ്പുത്തൽ ഹജ്ജ്. ഹജ്ജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഹജ്ജ് നഷ്ടപ്പെട്ടു, അങ്ങനെ പോയി അങ്ങനെ നിന്ന് ഹജ്ജ് നഷ്ടപ്പെട്ടു, പിന്നെ എന്താണ് അതില്ലാക്കാൻ വേണ്ടി എന്താ ചെയ്യുക, വേഗം താലുലാകാൻ എന്നല്ല. ഇനി ഹജ്ജിന് ചാൻസ് ഒന്നും കിട്ടൂല എന്ന് കണ്ടാൽ വേഗം താലുലാവുക. വലവും മനവും, ഇനി ഒരു തടഞ്ഞു. വലം എത്തമക്കനു മിനൽ മുളി ഇല്ലാ ബി ബദലി മാലിൻ, തടഞ്ഞ് ഇനിയിപ്പോൾ ഹജ്ജ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണം. 2 ലക്ഷം തരണം, അല്ലെങ്കിൽ 10 ലക്ഷം തരണം, അല്ലെങ്കിൽ 10,000 റുപ്യ തരണം, അല്ല ഞാൻ പോനാക്കൂല. വലവും മനവും അവർ തടഞ്ഞു. വലം യതമക്കനു മിനൽ മളി, അവർക്ക് കഴിഞ്ഞടക്കാൻ സാധ്യമായതുമില്ല. ഇല്ലാ ബിബദലി മാലി, മുതൽ കൊടുക്കുക, പൈസ കൊടുത്തെങ്കിലേ അവർ വിടുള്ളൂ. എന്നാ ഫലവും അവർക്കുണ്ടായി തഹല്ലലു, അവർക്ക് തഹല്ലുലാവാം. വലായബദൽ മാലം, പൈസ കൊടുക്കാൻ നിൽക്കണ്ട, വേഗം തഹല്ലുലാവുക. പൈസ കൊടുക്കാതെ വിടൂലെങ്കിൽ പൈസ കൊടുക്കാൻ നിൽക്കണ്ട. വയും കല്ല, എത്ര ചുരുങ്ങിയാലും ശരിയാ പൈസ. ഇത് ലാ യജിബു ഇഹ്തിമാലുൽ ലുൽമ് സഹിക്കേണ്ട നിർബന്ധമില്ല. ഫീ അദാഇൽ ഹജ്ജ്, ഹജ്ജ് വീട്ടുന്ന വിഷയത്തിൽ ലുൽമ് സഹിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്താക്കണ്ട, അവൻ പൈസ കൊടുത്താണ്ട് എന്താക്കണ്ട, പോകാൻ നിൽക്കണ്ട. ഒമിസ്ലുൽ ഉംറത്തു, ഉംറ ഇതേമാതിരി തന്നെ. വലവും മനവും മിനർ റുജൂ ആയത്, ഇനി തിരിച്ചു വരാനാക്കൂല. ഇവിടെ നാളെ കാരണം ഹജ്ജൊക്കെ ചെയ്യാം, പക്ഷെ തിരിച്ചു വരാനാക്കൂല. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പോരാൻ പറ്റൂല, പിന്നെ വീട്ടിലേക്ക് നാട്ടിലേക്ക് വരാൻ പറ്റൂല. ഇങ്ങനെയാണെങ്കിൽ എന്താക്കുക, അവന് സഹിക്കാൻ കഴിയൂലെങ്കിൽ എന്താക്കണ്ട, തഹല്ലുലാവാം. അങ്ങനെയാണെങ്കിലും പോകേണ്ട ആവശ്യമില്ല എന്നാണ്. വലവും മനവും പിന്നെ റുജു, തിരിച്ചു വരാനാക്കൂലെങ്കിൽ അതിൽ അതേ പ്രകാരം തന്നെ ഹജ്ജ് ചെയ്യാനാക്കാത്ത മാതിരി തന്നെ തിരിച്ചു വരാനാക്കൂല. എന്നാ ജാതലവും തഹല്ലുൽ ബിൽ അസഹായിപ്രായത്തിലേക്ക് എന്താക്കാം, തഹല്ലുലാവാം. വലാ തഹല്ലുല ബിൽ മർദി, രോഗം കൊണ്ട് തഹല്ലുലാവരുത്, ഹജ്ജിന്ന് വിരമിക്കാൻ പാടില്ല. ലിഅന്നഹു ലാ യുഫീദു സവാലുൽ മർദി ബി ഖിലാഫിൽ, കേട്ടോ. അപ്പം ലിഅന്നഹു, ആ തഹല്ലുൽ അതുകൊണ്ട് എന്താവില്ല, മർദ് നീങ്ങുമല്ലോ, ഇല്ലേ? മർദ് നീങ്ങണ രോഗം മാറുന്നതാണല്ലോ. രോഗമായി കരുതിയാണെങ്കിൽ എന്താക്കണ്ട, തഹല്ലുലാവൽ. വലാ തഹല്ലുല ബിൽ മർദി, മർദുകൊണ്ട് തഹല്ലുലാവലില്ല. രോഗിയായാൽ തഹല്ലുലാവാൻ പറ്റില്ല, ഹജ്ജിന്ന് വിരമിക്കുക. രോഗിയാണിപ്പോൾ ഹജ്ജിന് പോകണില്ല തീരുമാനിക്കാൻ പറ്റുമോ? അല്ല. ലിഅന്നഹു ലാ യുഫീദു സവാൽ, അത് മർദ് നീങ്ങലിനെ ഫായദപ്പിക്കില്ല, രോഗം മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സവാലുൽ മർദി ബി ഖിലാഫി തഹല്ലുൽ ബിൽ ഇഹ്സാർ, ഇഹ്സാർ കൊണ്ടുള്ള തഹല്ലുലിലേക്ക് മാറായിട്ട്, കേട്ടോ. തഹല്ലുൽ ഇഹ്സാർ കൊണ്ട് തടഞ്ഞ് പിന്നെ ഇപ്പോൾ തടവ് നീങ്ങണമെങ്കിൽ എന്താക്കണം, തഹല്ലുലാകാൻ എല്ലാ വേറെ മാർഗ്ഗമില്ല അവിടെ. ബൽ യസ്ബിറു ഹത്താ യബ്റ, സുഖാവോളം ശ്രമിക്കുക, കേട്ടോ, ക്ഷമിക്കുക. ഹത്താ യബ്റ, സുഖാവുന്നത് വരെ ഉണ്ടാക്കുക, ക്ഷമിക്കുക. ഫൈൻകാന മുഹരിമൻ ബി ഉംറത്തിന്, ഉംറോണ്ട് ഇറാൻ കെട്ടിയവനാണെങ്കിൽ അത്തമ്മ പൂർത്തിയാക്കുക. ഉംറക്ക് ഇറാൻ കെട്ടിയായിരുന്നു, 1 മാസം സുഖമില്ലാതായി, സുഖം ആയിട്ട് എന്താക്കുക, അവനെ പോയിട്ട് ഉംറ ചെയ്ത് എന്താക്കുക, ഉംറ ചെയ്ത്. ഔ ബി ഹജ്ജിൻ, അല്ല ഹജ്ജ് കൊണ്ടാണെങ്കിൽ ഫാത്തഹു, ഹജ്ജ് നഷ്ടപ്പെട്ടു ചെയ്തു. ഹജ്ജ് ഏകദേശം 10 കഴിഞ്ഞും ചെയ്തു. ദുൽഹജ്ജ് 9 പിന്നെ അറബിയിലേക്കാഞ്ഞ പിന്നെ ഹജ്ജില്ലല്ലോ.
അപ്പം എന്നാൽ എന്ത് ചെയ്യുക, ഹജ്ജിൻ വഫാത്തഹു അവനക്ക് നഷ്ടപ്പെടുകയും ചെയ്താൽ തഹല്ലല ബി അമലി ഉംറത്തിന് ഉംറൻ്റെ പ്രവൃത്തി കൊണ്ട് എന്താക്കണം, തഹല്ലല ഉംറ ചെയ്താണ്ട് എന്താക്കുക, അത് തഹല്ലലാവുക. ഉണ്ടാവും. രോഗിയാണ്, രോഗം സഹിക്കാൻ വയ്യാതായി, എന്നാൽ രോഗം ശിഫയാവുന്നവരെ ക്ഷമിക്കുക. രോഗം ശിഫ ആയിട്ട് എന്താക്കുക, ഉംറയാണെങ്കിൽ ഉംറ വേഗം ചെയ്യുക. ഹജ്ജാണെങ്കിൽ ഹജ്ജ് നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ ഉംറൻ്റെ അമൽ ചെയ്തിട്ട് എന്താക്കുക, തഹല്ലലാവുക. ഇതാണ് വേണ്ടത്. ഫൈൻ ഷറത്തഹു, ഇനി അവന് ഷർത്താക്കി, നിബന്ധന വെച്ചു. എന്ത് നിബന്ധന? നിബന്ധന വെച്ചു. ആ തഹല്ലുലിനെ നിബന്ധന വെച്ചു. ബിൽ മറതും രോഗമായാലും ഞാൻ തഹല്ലുലാവും, രോഗമാണില്ലെങ്കിൽ ഞാൻ പോരാ, രോഗമാകുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് നിർത്തും എന്ന് പറഞ്ഞിട്ട് എന്തായി, അങ്ങനെ നിബന്ധന വെച്ച ഉംറക്ക് പോയി, അല്ലെങ്കിൽ ഹജ്ജിന് പോയി. അന്നു തഹല്ലലു ഇതാ മറല്ല, രോഗിയായാൽ ഞാൻ എന്താകും, തഹല്ലുലാവും എന്ന് പറഞ്ഞാൽ തഹല്ലല ബി, അതുകൊണ്ട് എന്താക്കാം, തഹല്ലുലാവാം. ആ രോഗം കാരണമായിട്ട് അവന് തഹല്ലുലാവാം. അലൽ മഷൂറായ അഭിപ്രായപ്രകാരം എന്താക്കാം, തഹല്ലുലാവാൻ. വത്താനി ദാനിക്കാർ പറഞ്ഞു ലായജൂത് പറ്റൂല, ലിയന്നോ ഇബാദത്ത്, ഇതൊരു ഇബാദത്താണ് ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞു. ലായജൂദുൽ ഖുറൂജു മിന്നാ ബിഗൈരി യാതൊരു കാരണം ഇല്ലാതെ പുറപ്പെടാൻ പറ്റൂല. ഈ പ്രവേശിച്ചാൽ പൂർത്തിയാക്കുക തന്നെ വേണം, കാരണം ഇല്ലാതെ ഇന്ന് പോരാൻ പറ്റൂല. ഫലായജൂദു ബി ഷർത്തി, അപ്പം ഷർത്താക്കി, ഞാൻ രോഗിയായാൽ ഞാൻ അതിന് പോരും എന്ന് പറഞ്ഞാൽ ആ ഷർത്ത് കൊണ്ടൊന്നും അത് പറ്റൂല. കസ്വലാത്തി നിസ്കാരം, ഞാൻ രോഗമായാൽ മുറിക്കും എന്ന് പറയാൻ പറ്റില്ല, അന്ന് ചെയ്ത് തീർക്കണ്ട കഴിയണമാടി. കസ്വലാത്തിൽ മഫ്റൂദ, ഫർദ് നിസ്കാരം പോലെ തന്നെ. അപ്പോൾ ഇത് പ്രവേശിച്ചാൽ നിർബന്ധമാവും പൂർത്തിയാക്കൽ, ഹജ്ജ് ഉംറയ്ക്ക് അങ്ങനെയാണല്ലോ. അപ്പം എന്താണ്, ഇനി അത് പൂർത്തിയാക്കാതെ ഇന്ന് വിരമിക്കാൻ പറ്റൂല എന്നാണ് സാനിക്കാർ പറയുന്നത്. വസ്തുതല്ലല്ലോ അവലിങ്ങൾ ആരെയും തഹല്ലുലാവാൻ പറ്റും, ഷർത്താക്കിയാൽ തഹല്ലുലാവാൻ പറ്റും എന്നറിഞ്ഞില്ലേ, അവർ തെളിവ്. ബിമാ റവാ ഷെയ്ഖാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തൊട്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് ആയിഷാവിനെ തൊട്ട് ഷെയ്ഖാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. ഈ ഹദീസാണ് അവരുടെ അടിസ്ഥാനം. എന്ത് ഖാലത്ത്, ആയിഷാവി പറയാണ്, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പ്രവേശിച്ചു, അലാ ലുബാത്ത ബിൻത്ത് സുബൈർ, സുബൈറിൻ്റെ മോള് സുബാൻ്റെ അടുത്ത് കടന്നു, അവളെ വീട്ടിൽ ചെന്നു. ലാദിനുള്ള ലുബാച്ച്, അപ്പോൾ ലുബാത്തിൻ്റെ വീട്ടിൽ ചെന്നു. അല മുബാത്ത് ബിൻത്ത് സുബൈർ, സുബൈറിൻ്റെ മോള്. അപ്പോൾ കാലല, അപ്പം നബിതങ്ങൾ ഓളോട് ചോദിച്ചു, ലുബാത്തിനോട് ചോദിച്ചു, അറത്തില്ല ഹജ്ജിന് ഉദ്ദേശിക്കണോ, ഹജ്ജിന് വേണോ ചോദിച്ചു. കാലത്ത് വല്ലാഹി മാജിദിനി ഇല്ലാ വജ, കാലത്ത് പറഞ്ഞു, എനിക്കൊരു പ്രശ്നമുണ്ട്, ഒരു രോഗമുണ്ട്, ആ രോഗമല്ലാതെ എനിക്ക് പ്രശ്നം, അത് ഉണ്ടാകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി ആ രോഗമുള്ളതുകൊണ്ട് എന്താണ്, എനിക്കൊരു തലമിന്നി വരുന്നുണ്ട്, അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാകലുണ്ട്, അല്ലെങ്കിൽ എന്താ എനിക്കൊരു രോഗമുണ്ട്, ഒരു വേദന ഇളകലുണ്ട്, അതല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, അതാണിപ്പോൾ പ്രശ്നം എന്ന് ലുബാത്ത് നബിതങ്ങളോട് പറഞ്ഞു. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഹജ്ജി വസ്തരത്തി ഉക്കൂലി അല്ലാഹുമ്മ മഹല്ലി ഹൈസു ഹസിബ്തനി, ഈ ഹജ്ജിനെ കയറാൻ കെട്ടിക്കോ, ഇത് പറഞ്ഞോ, എന്ത് ഇജ് ഷർത്താക്കിയും ചെയ്തോ, എന്ത് അല്ലാഹുമ്മ മഹല്ലി ഹൈസു ഹസിബ്തനി, എവിടുന്നാണ് എനിക്കിത് അത് ഉണ്ടാകുന്നത് വെച്ചാൽ ഞാൻ അതുവരെ, പിന്നെ അതോടുകൂടെ ഞാൻ എന്താക്കും, അതിന്ന് പിന്നെ വേറെ ഇരിയും, അതുകൊണ്ട് നിർത്തും, ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയൂല, അതുണ്ടായാൽ പിന്നെ കഴിയൂല, അതുകൊണ്ട് അത് ഉണ്ടാവുള്ളൂ ഹജ്ജ് എന്ന് നീ ഷർത്താക്കിക്കോ, അതുണ്ടായാൽ ഞാൻ എന്താകും, ഹജ്ജിന്ന് വിരമിക്കും എന്നുള്ള ഷർത്താക്കിക്കോ, എന്നിട്ട് അങ്ങനെ ഹജ്ജിന് പോയിക്കോ എന്നാരോട് പറഞ്ഞു, ലുബാത്ത് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അന്നായോട് റസൂലുള്ള പറഞ്ഞു, ഇതാണ് രോഗം കൊണ്ട് ഷർത്താക്കിയാൽ, രോഗമായ നിർത്തുമെന്ന് ഷർത്താക്കിയാൽ തഹല്ലുലാവാം എന്നുള്ളതിന് തെളിവ് പിടിച്ചത് ഇതാണ്. അപ്പോൾ ലുബാത്തിൻ്റെ അടുത്ത് നിന്ന് ഹജ്ജിന് പോകണോ ചോദിച്ചപ്പോൾ ഹജ്ജിന് എനിക്കൊരു രോഗം ഉണ്ടാകുന്നുണ്ട്, ഒരു വേദന ഇളകലുണ്ട്, അതെന്താണ് ഒരു പ്രശ്നമാണ്
എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഹജ്ജിന് ഇറാൻ കെട്ടിക്കോ, എന്നിട്ട് പറഞ്ഞാളാ ഇത് എങ്ങനെ എന്നെ തടയുന്ന എവിടെ വെച്ചാണോ ഇത് സംഭവിക്കുന്നത് അവിടെ വെച്ച് ഞാൻ നിർത്തും എന്നാണ് പറഞ്ഞും ചെയ്താളാ. അപ്പോൾ അത് പറയാൻ പറ്റും എന്നാണ് റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത്. ഹൈസ്വാസബ്തനി ഒമാക്കയില പറയപ്പെട്ടൊന്ന് മിൻ ജിയത്തിൽ കോലി, കോലിൻ്റെ കൂട്ടത്തിൽ വേറൊരാൾക്കാരെ കോലിൻ്റെ കൂട്ടത്തിൽ വാക്കുകളുടെ കൂട്ടത്തിൽ സംസാരങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അത് പിന്നെന്താണ്, അന്നോ മഖ്സൂസും ബി ലുബാത്തിനോട് പ്രത്യേകത, അത് ലുബാത്തിന് ഖാസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഖിലാഫുല്ലാഹിരി, ലാഹിറിൻ്റെ ഖിലാഫാണ്. അത് ഒരു കൂട്ടർക്ക് മാത്രമാണെങ്കിൽ പറയണം, അത് എനിക്ക് മാത്രമെന്ന് പറയണില്ല, അത് മൂപ്പർക്ക് മാത്രമെന്ന് നമ്മളാണ്ട് അഭിപ്രായം പറയൽ എന്തല്ല, അത് ഖിലാഫുല്ലാഹിറാണ്, ലാഹിറിൻ്റെ മാറ്റാണ്. അങ്ങനെയൊന്നും തൗജീഹറിന് കഴിച്ചിലാവണ്ട. അപ്പോൾ തുക്കാസുൽ അംറത്തു ബിൽ ഹജ്ജി, ഹജ്ജിനോട് ഉംറനും കിയാസാക്കും. ഇപ്പോൾ ഹജ്ജിൻ്റെ വിഷയമല്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അല്ലേ, ഹജ്ജിന് ഇറാൻ കെട്ടിക്കോ എന്നാ അങ്ങനെ പ്രശ്നമാണെന്നോർത്ത് നിർത്തുന്നും പറഞ്ഞോ. ഈ ഹജ്ജിൻ്റെ അതേമാതിരി തന്നെ ഉംറയ്ക്ക് ഇറാൻ കെട്ടുമ്പോഴും ഇങ്ങനെ ചെയ്യാം. വലൗ കാല, ഒരുത്തൻ പറഞ്ഞു ഇതാ മരിയത്തു ഫാന ഹലാലുൻ എന്ന് പറഞ്ഞാൽ, കേട്ടോ ഞാൻ രോഗിയായ അവിടെ നിന്നാണ്ട് ഹലാലാണ്, അതായത് ഉംറയിൽ നിന്ന് കഴിഞ്ഞു അല്ലെ ഹജ്ജിന്ന് വിരമിക്കും എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ സാറ ഹലാലം ബി നഫ്സിൽ മറലി, രോഗി ആവുന്നതോട് കൂടെ തന്നെ എന്താവും, ഓനെ അതിന് വിരമിക്കുന്നതാണ്, ഇനി വേറെ നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വക്കീല ലാബുദ്ദമിനൽ തഹല്ലുലി, പോരാ, ഒരു കീലുണ്ട്, പോരാ എന്താണ് തഹല്ലുലാണ്, നിയ്യത്ത് ചെയ്താണ്ട് ഒഴിവാകുക തന്നെ വേണം. രോഗി ആയതുകൊണ്ട് എന്താവില്ല, ഒഴിവാകൂല. ഇനി എന്താണ് തഹല്ലുൽ ചെയ്താൽ എന്താ ചെയ്യേണ്ടി എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒമൻ തഹല്ലുല, ഒരുത്തൻ തഹല്ലുലായി, ഐ അറാദ തഹല്ലുല ഐ ഖുറൂജ മിനൻ നുസ്കി ബിൽ ഈസാർ, ഈസാർ കാരണം, തടവ് കാരണം ഹജ്ജിൽ നിന്ന് വിരമിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, തഹല്ലുലായാൽ പറഞ്ഞാൽ തഹല്ലുലായാലിനെ ഉദ്ദേശിച്ചാൽ, ഐ അറാദ തഹല്ലുല, തഹല്ലുലാൻ ഉദ്ദേശിച്ചു, ഐ ഖുറൂജ മിനൻ നുസ്കി ബിൽ ഈസാർ, ഈസാർ കാരണം എന്താണ് ഹജ്ജിൽ നിന്ന് വിരമിക്കാൻ ഉദ്ദേശിച്ചാൽ, സബഹ, കേട്ടോ, അവൻ അറക്കണം, ലുസൂമൻ നിർബന്ധമായിട്ടും അറക്കണം. അപ്പോൾ അറവ് നടത്തണം. തഹല്ലുലാവുന്നവനോട് കൂടെ എന്താണ്, ആടറക്കണം. സുബിയ ലുസൂമല്ലിൽ ആയത്തി സാബിക്ക, കഴിഞ്ഞ ഒരായത്ത് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള അദീ എന്ന് പറഞ്ഞല്ലേ ആയത്തുണ്ടല്ലോ, ആയത്ത് എന്താണ്, അദിയ നൽകണം, അതായത് അറവ് നടത്തണം. അപ്പോൾ തഹല്ലുലായാൽ അറക്കണം. ലുസൂമായിട്ട് നിർബന്ധമായിട്ട് അറക്കണം. ആയത്ത് സ്ഥാപിക്കുക, കഴിഞ്ഞ ആയത്തിന് വേണ്ടി ഷാത്തൻ, ഒരാടിനെ, ഹൈസു അഹ്സിറ, എവിടെയാണോ അവനെ തടഞ്ഞത് അവിടെ വെച്ച്, എവിടുന്ന് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് അവൻ എന്താക്കണം, തഹല്ലുലാവണം, അറക്കും വേണം. അപ്പോൾ ആ തഹല്ലുലായോടത്ത് വെച്ച് തന്നെ അറക്കണം. മിൻ ഹില്ലിൻ ഔ ഹറമിൻ, ഇത് ഹില്ലാവട്ടെ ഹറമാവട്ടെ, ഹറമിലെത്തിയിട്ടില്ല, ഹില്ലിലാണുള്ളത്, ഹില്ലിലാവട്ടെ, എവിടെ വെച്ചാവട്ടെ. അപ്പോൾ ഇറാൻ കെട്ടി പോയപ്പോൾ തടഞ്ഞാൽ എവിടെ വെച്ചാണോ തടഞ്ഞത് അവിടെ വെച്ചിട്ട്, അത് ഹറം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഹറമല്ലാത്ത സ്ഥലത്ത് വെച്ചായാലും ശരി അവിടെ വെച്ചിട്ട് എന്താണ്, അറക്കും വേണം. ഷാത്തൻ ഐസുറ മിൻ ഹില്ലിൻ ഔ ഹറമിൻ. ഓ പറ ഫറക്ക ലഹം, ആ ലഹം വിതരണം ചെയ്യും വേണം. ആരുടെ, അലാ മസാക്കീനി ദാലിക്കൽ മൗദി, ഏത് സ്ഥലത്തുള്ള ആ സ്ഥലത്തുള്ള മിസ്കീന്മാർക്ക് അതിനെ വിതരണം ചെയ്യും വേണം, കേട്ടോ. അപ്പോൾ അറക്കണം, അതിനെ വിതരണം ചെയ്യണം. ആർക്കാണ് വിതരണം ചെയ്യേണ്ടത്, ആ നാട്ടിലുള്ള, എവിടെ വെച്ചാണോ തടഞ്ഞ്, എവിടെ വെച്ചാണോ തഹല്ലുലായത് ആ സ്ഥലത്തുള്ള മിസ്കീന്മാർക്ക് അതിനെ വിതരണം ചെയ്യുകയും വേണം. യുഖാസു ബിഹിം അൽ ഫുഖറ, അവരോട് കിയാസാക്കുന്നതാണ് ഫുഖറാഹു, ആ നാട്ടിലെ ഫുഖറായിനെയും എന്താക്കും, ഇതിനോട് കിയാസാക്കും. ഈ ഫക്കീറന്മാർക്കും കൊടുക്കാം, മിസ്കിന്മാർക്ക് മാത്രമല്ല, ഫക്കീറന്മാരും കിയാസാക്കും, ഫക്കീറന്മാർക്കും കൊടുക്കാം.
കാരണം ആയത്തിൽ മിസ്കീന്മാരാണ് ഉള്ളത്. വഹിയ മിനൽ ഹില്ലി ഫുക്കറാഹു. അപ്പം യുക്കാസുബിയും ഫുക്കറാഹു, ആ നാട്ടിലെ ഫുക്കറായിനും പേരോട് കിയാസാക്കുന്നതാണ്. വലാ യൽസമു, നിർബന്ധമാകൂല, ഇതാ ഓനെ ഇസാറ് ചെയ്താൽ, ഓനെ ഇസാറ് ചെയ്തു ഹില്ലിൽ വെച്ച് കേട്ടോ. ഹില്ലിൽ വെച്ചാണ് അവനെ തടഞ്ഞത്, അറമ്പക്ക് എത്തിയിട്ടില്ല. ഹില്ലിൽ വെച്ച് അവനെ തടഞ്ഞാൽ അവനെന്തില്ല, നിർബന്ധമില്ല ഇലൽ ഹറമി, ഹർമക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പം ഹില്ലിൽ വെച്ച് തടഞ്ഞു, അവിടെ വെച്ച് അവനെ തഹല്ലുലായി, അവിടെ നിന്ന് അറിവ് നടത്തിയാൽ ഈ ഈ ഇറച്ചി എന്താക്കണ്ട, ഹർമക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടെ ഉള്ളവർക്ക് തന്നെ വിതരണം ചെയ്താൽ മതി. ഇല്ലല്ലാറ ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തു ബിൽ ഹുദൈബിയ, ഹുദൈബിയിൽ വെച്ച് അറുത്തു. വയ്യ മിനൽ ഹില്ലി, അതെ ഹർമ്മപ്പെട്ട സ്ഥലമല്ലല്ലോ ഹുദൈബിയാറിന്, ഹില്ലിൽ വെച്ചിട്ടാണ് അറുത്തത്, അത് ഹില്ലിൽപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ ഹുദൈബിയിൽ വെച്ച് അറുത്തു. വയ്യ മിനൽ ഹില്ലി വയഖൂമു മഖാമ ശാത്തി ബദനത്തൻ, അപ്പം എന്താണ് അവിടെ വെച്ചാണ് അർത്ഥ വിതരണം ചെയ്തത്, അതാണ് തെളിവ്. അപ്പം ഹില്ലിന്ന് ഓനെ പിന്നെന്താക്കി തഹല്ലുലായാൽ ഓന ഇറച്ചിയായിട്ട് എവിടേക്ക് പോകണ്ട, ഹർമ്മക്ക് പോകണ്ട, അവിടെ ഉള്ളവർക്ക് എന്തായാൽ മതി, വിതരണം ചെയ്താൽ മതി. വയഖൂമു മഖാമ ശാത്തി, ആടിൻ്റെ സ്ഥാനത്ത് നിൽക്കും. ബദനത്ത് ഒട്ടകോ, ചെറിയ ഒട്ടകോ അല്ലെ ബക്കറ പശുവോ ആടുമാട് ഒട്ടകങ്ങൾ, അത് സുബോ ചെയ്താൽ അല്ലെങ്കിൽ ഏലൊന്നും മതി കേട്ടോ. ഒന്നിരിക്കലും ബക്കറൻ്റെ അറുത്തു, ഓരോ പശുവിനെ അറുത്തു, അല്ലെങ്കിൽ മൂരി അറുത്തു, അല്ലെങ്കിൽ എന്താക്കി ഒട്ടകം അറുത്തു, ഇതൊക്കെ പറ്റും. ആടെന്നെ ആയിക്കൊള്ളണമെന്നില്ല. എൻ്റെ ഇത് പശുവിനുള്ളൂ, ആടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട ആട് ഏതർത്താലും മതി. അല്ലെങ്കിൽ അത് സുബോ ആൾ കൂടി അറുത്താൽ മതി, ഏലൊന്ന് അറുത്താൽ മതി, ഏലൊന്ന് കൊടുത്താൽ മതി കേട്ടോ. ഒരു പശുവുണ്ട്, ആൾ കൂടിയാണ്ട് ഒരു പശു അറുത്ത് കൊടുത്താൽ മതി. അജ്ജനുമായത് ആളെയും തടഞ്ഞു, ഇറാൻ പിന്നെ നിന്ന് വിരമിച്ചു. എന്നാൽ എന്താക്കുക, അവിടുന്ന് പശുവിനെ കിട്ടി എന്താക്കുക, കൂടി അറുത്താൽ മതി. വലായസ്കുത്തു ദമ്മു, ദമ്മ് സാഹിത്താകൂല, വലായസ്കുത്തു ദമ്മു, ദമ്മ് സാഹിത്താകൂല. ഇതാ ഷറത്ത എന്തൽ ഇറാമി, ഇറാമിൻ്റെ സമയത്ത് ഷർത്താക്കിയാൽ. വലായസ്തർത്തു ദമ്മു, വലായസ്കുത്തു ദമ്മു, ദമ്മ് സാഹിത്താകൂല. ഇതാ ഷറത്ത എന്തൽ ഇറാമി, ഇറാമിൻ്റെ സമയത്ത് ഷർത്താക്കിയാൽ. എന്ത് പിന്നെ തടഞ്ഞാൽ ഞാൻ തടഞ്ഞോടത്തുനിന്ന് എന്താവും, അവിടുന്നാണ്ട് തഹല്ലുലാവും എന്ന് ഷർത്താക്കി. ഇവിടുന്ന് ഹജ്ജിന് പോയി ചിലപ്പോൾ ജവാദാത്ത് തടയാണെങ്കിൽ അവിടെ ഞാൻ എന്താക്കും, തഹല്ലുലാവുമെന്ന് അവിടെ നിയ്യത്ത് ചെയ്തിട്ട് പോയി. അങ്ങനെ പോയി കരുതിയാണ്ട് എന്താവില്ല, അറിവ് ഒഴിവാകൂല. വലായസ്കുത്തു ദമ്മു, ദമ്മ സാഹിത്താകൂല. ഇതാ ഷറത്ത ഇൻദൽ ഇറാമി, ഇറാമിൻ്റെ സമയത്ത് ഷർത്താക്കിയാൽ അന്നോ തഹല്ലലു, തഹല്ലുലാകും എന്ന് ഷർത്താക്കിപ്പോയാൽ എന്താവൂല, സാഹിത്താകൂല. അന്നോ തഹല്ലലു ഇതാ ഇസിറ, ഓനെ ഇസാർ ചെയ്യപ്പെട്ടാൽ എന്താവും, ഇതാ ഇസിറ, ഓനെ ഇസാർ ചെയ്യപ്പെട്ടാൽ ഓൻ എന്താക്കും, ഓനെ തടഞ്ഞാൽ ഓൻ തഹല്ലുലാവും എന്ന് ഷർത്താക്കിയിട്ടാണ് പോയതെങ്കിലും എന്താവൂല, ദമ്മ് സാഹിത്താകൂല. വക്കീല എസ്കുത്തു ഫീ ദാലിക, ഒരു കീലുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പോകും, സാഹിത്താവും എന്ന്. കൂവത്തുൽ കലാമി തെഹ്തു, കൂവത്തുൽ കലാമി, കലാമിൻ്റെ കൂവത്ത് താഴ്ത്തിയത് തരുന്നുണ്ട്. സൂര് തഹല്ലുലി ബിസബി കേട്ടോ. ഈ പറഞ്ഞ സംസാരത്തിൽ നിന്ന് മനസ്സിലാണ് എന്താണ് അറിയോ, ജബുഹോട് കൂടെ എന്താവും തഹല്ലുൽ, ആണ്ട് അർത്ഥം തന്നെ എന്താവും തഹല്ലുലാവും എന്നുള്ളതാണ്. പിന്നെ പ്രത്യേക നെയ്യത്ത് കണ്ട ആവശ്യമില്ല, ഈ അറിവോട് കൂടെ എന്താവുന്നതാണ് തഹല്ലുലാകുമെന്നാണ്. ജബുഹുണ്ട് തഹല്ലുൽ ആസിലാകുമെന്നാണ്. അതായത് ദബഹ എന്ന് പറഞ്ഞില്ലേ, ദബഹ ഷാത്ത്, പിന്നെ എന്താണ് ഒമൻ തഹല്ലല ദബഹ
ഷാത്തൻ ഹൈസുസിറാന്നാണ് അറിവോട് കൂടെ ഈ കലാമൊന്ന് മനസ്സിലാണെന്ന് എന്താണെന്ന് അറിയോ, ആ അറിവോട് കൂടെ എന്താവും തഹല്ലുൽ കരസ്ഥമാകുമെന്നാണ്. ഇനി വേറൊരു തഹല്ലുലിൻ്റെ ആവശ്യമില്ല. കുൽത്തു ഞാൻ പറയുന്ന കമാകാല റാഫി, ഇമാം റാഫി പറഞ്ഞ മാതിരി തന്നെ ഷറയിൽ ഇന്നമായ അസ്ലു തഹല്ലുൽ ബിദ്ദബഹി, തഹല്ലുൽ എന്തുകൊണ്ട് കരസ്ഥമാകും? ദബ് കൊണ്ട് കരസ്ഥമാകും. വനിയ്യത്തു തഹല്ലുലി, തഹല്ലുലിൻ്റെ നെയ്യത്തും ഇന്ദഹു അറിവിൻ്റെ നേരത്ത് കേട്ടോ. അപ്പോൾ തഹല്ലുൽ ദബ് കൊണ്ടും രണ്ടും കൂടിയാണ് കരസ്ഥമാകുന്നത്, വെറും അറിവുകൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഇവിടെ നവീമാമ് തസ്യാക്കുന്ന എന്താണ്? അറിവുകൊണ്ട് മാത്രമല്ല, നിയ്യത്തോടു കൂടെയുള്ള അറിവുകളാണ് എന്താകുക? കരസ്ഥമാകുക. അപ്പം റാഫി ഇമാം അങ്ങനെ പറഞ്ഞ എൻ്റെ സ്വന്തം അഭിപ്രായം ഒന്നുമല്ല എന്നപ്പോൾ പറയുന്നത്. കുത്ത് ഞാൻ പറയുന്നത് കാല റാഫി പറഞ്ഞ മാതിരി തന്നെ എവിടെ ഷറയിൽ ഇന്നമായ അസ്ലു തഹല്ലുലു, ഈ തഹല്ലുൽ ഉണ്ടാകും ബിസബി ദബു കൊണ്ടും വനിയ്യത്തി തഹല്ലുലി, തഹല്ലിൻ്റെ നെയ്യത്തോടും. അപ്പോൾ തഹല്ലിൻ്റെ നെയ്യത്തോട് കൂടെയുള്ള അറിവിലാണ് എന്തുണ്ടാകുക? ഈ തഹല്ലുൽ ഉണ്ടാവുക. ഇന്ദഹു, അപ്പോൾ അറിവിൻ്റെ സമയത്ത് എന്താക്കുക? നിയ്യത്തും ചെയ്യണം. നീത്തിമാലിൽ വരി തഹല്ലുൽ, അറിവ് എന്ന് പറഞ്ഞപ്പോൾ തഹല്ലുലിനും അല്ലാതെയൊക്കെ ആവാലോ. ഓനെ അറിവ് എന്താക്കുക? തഹല്ലുലിനാവാം, ഓനെ ഇറച്ചിക്ക് വേണ്ടിയാവാം, എല്ലാ ഭാഗത്തും 100 ആളുണ്ട്, അപ്പോൾ ഒരാടർത്തതാണ്, അവർക്ക് ഭക്ഷണത്തിനാവാലോ. അപ്പോൾ നിയ്യത്ത് വേണം, ഇത് ഞാൻ തഹല്ലുലാവുകയെന്ന് കരുതും കൂടിയും വേണം. വക്കനാൽ ഹൽക്കു കേട്ടോ, ഹൽക്കും ഇതേ പ്രകാരം തന്നെയാണ് കേട്ടോ. ഹൽക്കൊണ്ടും എന്താവും, അതായത് മുടി കളഞ്ഞാലും എന്താവും? തഹല്ലുലാകും. വക്കതാ ഇതേ പ്രകാരം തന്നെയാണ് അൽ ഹൽക്കു ഇൻ ജഅൽനാഹു നുസ്കൻ, ഹൽക്കിനെ നമ്മൾ നുസ്കിൽപ്പെട്ടതാക്കിയാൽ കേട്ടോ, നുസ്കിൽപ്പെട്ടതാണ് ഹൽക്ക് എന്നാണ് എന്താണ് മശൂറായ കലാം. ആ കലാമിൻ്റെ അടിസ്ഥാനത്തിൽ ഹൽക്കോട് കൂടെയും എന്താവുന്നതാണ്? തഹല്ലുലാവുന്നതാണ്. അപ്പൊ ദബ് കൊണ്ട് മാത്രമല്ല ഹൽക്ക് കൊണ്ടും എന്താവും? അപ്പൊ അതുകൊണ്ട് മാത്രമാകുമ്പോ എന്താണ്? അറിവിന് കഴിഞ്ഞില്ലെങ്കിൽ തഹല്ലുലാൻ പറ്റുമല്ലോ. അപ്പം ദബ് കൊണ്ടും പിന്നെന്തുകൊണ്ടും ഹൽക്ക് കൊണ്ടും അവൻ ഹൽക്ക് ചെയ്തു, പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, പിന്നെ ചെയ്താൽ മതി. ഹൽക്ക് കൊണ്ടും എന്താവുന്നതാണ്? തഹല്ലുൽ കരസ്ഥമാകുന്നതാണ്. അപ്പോൾ തടഞ്ഞാൽ എന്താക്കുക? അറിവ് അടുത്ത നെയ്യത്തോട് ഞാൻ അതിൽ നിന്ന് ഒഴിവാകുക എന്ന് കരുതിയിട്ട് അർത്തു, അല്ലെങ്കിൽ എന്തായാലും മുടി കളഞ്ഞു. അപ്പോൾ ഇത് ജിദ്ദീന്നൊന്നും തടഞ്ഞാങ്ങോട്ട് തിരിച്ചു വന്നാൽ മതിയാവില്ല, ഈ പണിയൊക്കെ ചെയ്യേണ്ടി വരും. ഇന്നമായ അസ്ലു ബിസ്സബി വനിയ്യത്തി തഹല്ലുലി ഇന്ദഹു ലിഹ്തിമാലി ലിഗൈരി തഹല്ലുലി വഖദ ഹൽഖു ഇൻ ജഅൽനാഹു നുസ്കൻ ഹുവൽ മശൂർ. അതാണ് മശൂറായ കലാമുള്ളത്. ഏത്? നുസ്കിൽപ്പെട്ടതാണ് ഏത്? ഹൽക്ക് എന്നുള്ളത്. കമാ തഖദ്ദമ, ആ ബാബിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എൻവി ഇന്ദഹു ആ തഹല്ലുല, ആ ഹൽക്കിൻ്റെ സമയത്ത് അവൻ എന്താണ് കരുതണം? തഹല്ലുലിനെ കരുതണം. ഐലൻ അത് മറ്റ് അറിവിൻ്റെ നേരത്ത് കരുതിയ മാതിരി തന്നെ ലിമാ തഖദ്ദമ, കഴിഞ്ഞു പോയോ ഒന്നിനു വേണ്ടി തന്നെ അതും. കാരണം ഹൽക്ക് മറ്റെന്തേ ഉദ്ദേശത്തിനാവാലോ. ഇപ്പോൾ പറഞ്ഞുകൊടുത്ത് എന്താണ്? അറിവ് മറ്റെന്തേ ആവശ്യത്തിനാവാലോ, അതല്ല ഇതന്നെയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് എന്താക്കണം? കരുതും വേണം. വഖദ് സറഅ ബിഹി, അതുകൊണ്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് മുസന്നിഫ് റൗളയിൽ. ഫി തഹല്ലുലിൽ അബ്ദി, അബ്ദ് തഹല്ലുലാകുന്നിടത്ത് അബ്ദ് തഹല്ലുലാകുന്ന വിഷയമുണ്ട്, റൗളി പറയുന്നുണ്ട്. അതായത് അബ്ദ് എന്താക്കി? അബ്ദ് ഒരടിമ എന്താക്കി? ഈറാൻ കെട്ടിയാൽ അവൻ എന്താക്കുക? സെയ്ദിന് തടയാന്നാണ്. അങ്ങനെ ഈ സെയ്ദ് തടയുന്ന സമയത്ത് എന്താക്കി? അബ്ദ് തഹല്ലുലാകുമ്പോൾ നിയ്യത്ത് വേണം എന്നെന്താക്കിയിട്ടുണ്ട്? അവിടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. റോളയിൽ ഫി തഹല്ലുൽ അബ്ദി കമാസിയത്ത് ശേഷം വരുന്നുണ്ട്. മിൻഗൈരി തമ്പി, അവിടെ തമ്പിയൊന്നുമില്ല, കുൽത്തിട്ടാണ്ടെന്ന് തമ്പിയാക്കിയൊന്നും പറയണില്ല. അലാ സിയാദത്തി, മുസന്നിഫൻ സിയാദത്തിന്റെ മേലിൽ തമ്പിയാക്കാതെ തന്നെ അവിടെ റോളയിൽ എന്താക്കിയിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ശേഷം വരുന്നുണ്ട്. വൈൻ കുൽന, ഇനി നമ്മൾ പറഞ്ഞാൽ അൽ ഹൽക്കു ലൈസ ബി നുസ്കിൻ, നുസ്കല്ല എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ, നുസ്കാണ് എന്ന് പറയുന്ന അഭിപ്രായ പ്രകാരം ഇപ്പോൾ ഈ ഹൽക്കോട് കൂടെ എന്താവും പോകുമെന്ന് പറഞ്ഞത്. ഇനി നുസ്കല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അസ്കത്തന ദമ ഫി സൂറത്തി സാബികത്തി, കഴിഞ്ഞ രൂപത്തിൽ ദമില്ല എന്നും നമ്മൾ സാക്കിത്താക്കുകയും ചെയ്തു.
കേട്ടോ. അതായത് ദമ്മ് അതായത് നമ്മൾ പറഞ്ഞല്ലേ ഷർത്താക്കിയാൽ കൊടുക്കണ്ടായിരുന്നില്ല. ഞാൻ തടിനോടത്ത് നിർത്തും എന്ന് പറയുമ്പോൾ അവിടെ എന്താക്കി അറിവില്ല എന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ അറുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞൊരു കീലുണ്ടല്ലോ, ആ കീലുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നെങ്കിൽ അപ്പം അൽക്ക് നുസ്കല്ല എന്നുള്ള കീലും അതുപോലെ തന്നെ ഷർത്താക്കിയാൽ എന്താക്കണ്ട അർക്കണ്ട എന്നുള്ള കീലപ്രകാരം അങ്ങനെ പറയുകയാണെങ്കിൽ കേട്ടോ, വൈകുൽ നമ്മൾ പറയുകയാണെങ്കിൽ അൽ ഹൽക്കു ലൈസ ബി നുസ്കിൻ, അൽക്ക് നുസ്കല്ല. വാസ്കത്തിന് ദമ്മിനെ നമ്മൾ സാഗിത്താക്കുകയും ചെയ്തു. സൂറത്ത് കഴിഞ്ഞ ഒരു രൂപത്തിൽ നമ്മൾ പറഞ്ഞല്ലോ എന്ത്, പിന്നെ ഞാൻ പോകുന്ന നേരത്ത് തന്നെ തടയാണെങ്കിൽ ഞാൻ അവിടുന്ന് എന്താക്കും, വിരമിക്കും, ഹജ്ജിൽ നിന്ന് വിരമിക്കും എന്ന് ഷർത്താക്കി പോവുകയാണെങ്കിൽ അർത്ഥം കൊടുക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൗല് നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഹസരത്താലുലു ഫിയ വി മുജറദിൻ നെയ്യത്ത്, ഇവർ നെയ്യത്ത് ചെയ്താൽ മതി. ഞാൻ വിവാഹമെന്ന് കരുതിയാൽ തന്നെ ആ വിഷയത്തിൽ എന്താവുന്നതാണ്, അവൻ്റെ പ്രശ്നം തീരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.